ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നിത ഷെറിൻ. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കൊരു പുതിയ വ്ളോഗറെ കിട്ടിയെന്ന് നിങ്ങൾ കൂട്ടണം. ഓക്കെ? 150 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നമ്മളിന്ന് എടപ്പള്ളി പോവാണ് ഗായ്സ്. പള്ളി പെരുന്നാൾ ക്രിസ്മസിനോടനുബന്ധിച്ച് പള്ളിയുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്. എടപ്പള്ളി പള്ളിയിലാണ് പോകുന്നത്. ഇത് ചിൻസില, ഇത് അഭിരാമി, നമ്മുടെ ഹോസ്റ്റലിലുള്ള ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് ഫ്ലൈ ഓവറിന് അതിലൂടെയാണ് നടന്നിട്ടാണ് പോകണം കേട്ടോ. ഇവിടുന്ന് ഒരാളുണ്ടെങ്കിൽ വൈബ് അടിച്ച് നടന്നു പോകാൻ രസമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ പോകല്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഉള്ളിൽ കാണാൻ പോവാണ് അല്ലേ. ഫസ്റ്റ് ടൈം 4 വർഷമായി എറണാകുളത്ത്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതുപോലെ കിടക്കണത്. ഐസ് പള്ളിയുടെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളൊക്കെ കണ്ട് ഇറങ്ങി. ദെൻ നമ്മളിവിടെ എടപ്പള്ളിയിലൊരു ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ചിൻസിലേക്ക് പർച്ചേസിങ് ഉണ്ട് ഗൈസ്, നമുക്ക് കാണാം. നമ്മൾ ക്രഞ്ചീസും കുപ്പികളൊക്കെ മേടിച്ചു. 85. നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇതാണ്. ഏതിന്? അത് 25. കുപ്പികളൊക്കെ 40. എനിക്ക് 60 ഇട്ടാ. 85 അല്ലേ ഇതെല്ലാം കൂടെ? നമ്മൾ കുപ്പിവള കുറേ കാലമായി കുപ്പിവള നോക്കിയിട്ട്. അപ്പോൾ കുപ്പിവള മേടിച്ചു. ഈ കടയിൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള തിങ്സും ഉണ്ട്, അല്ലാണ്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കെല്ലാം ഒരു കടയിൽ നിന്ന് കിട്ടും. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പം ലുലു മാളിലോട്ട് പോവാം. ഒന്നും പ്ലാനിങ് അല്ല. ഇതവിടെ ഡ്രസ്സ് ഉണ്ടല്ലോ. വാ ലേഡീസ് അവിടെ ഇരിക്കണേ. ആട്ടും അതിൻ്റെ ലേഡീസാണ് ഇരിക്കണേ. വെറുതെ പോയി കഴിഞ്ഞാൽ ആട്ടും. നമുക്ക് ലുലു മാൾ എത്തിയിട്ട് കാണാം. ലുലു മാളൊക്കെ ഇപ്പം എല്ലാവർക്കും അതാ മെഡിക്കൽ സ്റ്റോർ. സിട്രസ് മേടിക്കണം. നമ്മൾ സിട്രസ് മേടിച്ചു. ഒരെണ്ണത്തിന് ഇപ്പം 1 രൂപ. നമുക്കിനി ലുലു മാളിൽ പോവാം. ഈ സിട്രസം കുടിച്ചിട്ട് വേണം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ. എന്നിട്ട് വേണം നാളെ പോകാൻ. കാരണം ഇന്നിപ്പോൾ തുമ്മലും ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഗൈസ് അല്ലേ. വൺ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്ക് ക്യാമറയിലിട്ട് കാണിച്ചു തരാം. കൊടുപ്പിച്ചില്ല. ഹായ്, എൻട്രി ഇവിടെ. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു ലൈമും 3 പേരും, അതും ഷെയർ. നമ്മുടെ 75 രൂപക്ക് 5 പൊറോട്ടയും ഗ്രേവിയും അവിടുന്ന് ഫ്രീ ആയിട്ട് മേടിച്ചു. ഗ്രേവിയും അല്ലാണ്ട് നമ്മൾ കറിയൊന്നും വേറെ എക്സ്ട്രാ മേടിച്ചില്ല. ഇപ്പോൾ 15 രൂപേൻ്റെ ഒരു ഫ്രഷ് ലൈം കുടിച്ചു. പിന്നെന്താ നമുക്ക് ചിലവായേ? കുപ്പിവള, സ്ക്രഞ്ചീസ്, വേറെ ഒന്നും മേടിച്ചില്ലല്ലോ. നമ്മൾ ഫുള്ള് ബഡ്ജറ്റ് ഫ്രണ്ട്. നമ്മൾ കെട്ടുന്നവർക്കൊക്കെ ഭാഗ്യമാണ് കഴിച്ചു. നമ്മൾ എല്ലാം ഇപ്പോൾ ഒരു 15 രൂപേൻ്റെ ലൈം പോലെ 25 ആണെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു വരും. ചായ കുടിച്ചു. നമ്മളൊരു വെറൈറ്റി ഡ്രസ്സ്, വെറൈറ്റി ഒന്നുമല്ല, പിടിച്ചപ്പോൾ ഇതിട്ട് കുറേ ആൾക്കാർ. നമുക്ക് ഇനി നടന്ന് ഹോസ്റ്റലിലേക്ക് പോകണം. അതിന് പോലും 10 രൂപ കൊടുത്ത് ബസ്സിന് പോകാൻ വയ്യ. 9:30 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിരിക്കും. കാരണം നമുക്ക് 9:30 ഹോസ്റ്റൽ ക്ലോസ് ചെയ്യും ഗൈസ്. ഇപ്പൊ സമയം 9 മണി. കണ്ടില്ലേ? സ്ഥലം 9 മണിയാണേ. ചിഞ്ചില് പിന്നെ എങ്ങനെയാ ഫോണിൽ മുഴുകിയോണ്ട് അവൾ അങ്ങനെ റൂട്ടൊക്കെ തെറ്റി പോവാ. നമ്മളുള്ളതുകൊണ്ട് മാത്രം കുട്ടി നല്ല രീതിക്ക് പോകുന്നുണ്ട്.
ദെൻ നാളെ വർക്കുള്ള ദിവസമാണ് ഗൈസ്. സ്ട്രെസ്സാണ് ഇതൊക്കെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ട്രെസ്സൊന്നുമില്ല ഗൈസ്, അടിപൊളിയാണ്. രാവിലെ നീസ് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം. റോബോട്ട് പിന്നെ റോബോട്ടിക്സ് പഠിക്കണോണ്ട് തന്നെ അവൾക്ക് റോബോട്ട് നമ്മൾ പേരിട്ടു. ഓക്കെ, നമ്മളിങ്ങനെ നടക്കണ കാണിച്ചു തരാം. ഇപ്പോൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. നമ്മൾ നടന്ന് എവിടെ എത്തി? ഓബ്രോൺ മാൾ എത്താനായി. ദിലീപേട്ടൻ്റെ പുട്ടുകട കഴിഞ്ഞു. പുട്ട് അവിടെ കഴിഞ്ഞു. ഇനിയുണ്ട് നടക്കാൻ. ഇപ്പോൾ സമയം എത്ര? 9:20 ആവാറായി. നമുക്ക് 9:30 ഹോസ്റ്റൽ ക്ലോസ് ചെയ്യും. അവിടെ എത്തുമെന്ന് പോലും അറിയില്ല. ക്ലോസ് ആക്കി തീർന്നു. കാരണം റോബോട്ട് പഠിക്കണ വ്യക്തിയാണ്. റോബോട്ടിന് സമയമുണ്ട്. പഠിക്കുന്നവർക്ക് 7:30, വർക്ക് ചെയ്യുന്നവർക്ക് 9:30. പക്ഷെ ഇന്ന് വർക്കില്ല, സൺഡേ ഹോളിഡേ ആണ്. നമുക്ക് നോക്കാം, കേറ്റില്ലെങ്കിൽ വിളിച്ച് തുറപ്പിക്കാം. അപ്പം എന്തായാലും ചീത്ത കേൾക്കും. പിന്നെ ഒരു നാളൊരു മീറ്റിംഗ് വെക്കും, ഇന്ന സമയത്ത് ഹോസ്റ്റലിൽ എത്തണം എന്നൊക്കെ. സാരില്ല, ഹോസ്റ്റലിന്റെ പേരൊന്നും പറയുന്നില്ല. ഇല്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച, അത് എല്ലാ ഞായറാഴ്ച ഇറങ്ങലില്ല. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാറുള്ളൂ. ഞാൻ ഒന്നേ കഴിക്കുള്ളൂ. പിന്നെ എന്താ പറയുക, എല്ലാ ദിവസവും വർക്കുണ്ട്. വർക്ക് കഴിഞ്ഞ് വന്ന് റൂമിൽ നേരെ കയറും. 7 ആകുമ്പോൾ ഫുഡ് കഴിക്കും, ഫോണിൽ കളിക്കും, കിടന്നുറങ്ങും. ഇതാണ് നമ്മളെ റുട്ടീൻ. ഞായറാഴ്ചയാണ് പിന്നെ നമ്മൾ പുറം ലോകം ഒന്ന് കാണുന്നത്. അപ്പോൾ അന്നാണെങ്കിൽ ഹോസ്റ്റലിൽ ടൈമിങ്ങും കാര്യങ്ങളും നോക്കാം. നമ്മൾ ഇത് കടന്നിട്ട് വേണം അപ്പത്തോട്ട് പോകാൻ. ഓക്കെ, ഇവിടെ ഫുള്ള് മറ്റേ എന്തിൻ്റെ പണിയാ? എന്തിൻ്റെ പണി നടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ടാസ്കുകളുണ്ട്. ഓക്കെ, യെസ്, കടന്നു ഗൈസ്. ഓ, ഒബ്രോൺ മാള് എത്തി. ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നു ഗൈസ്. ചിഞ്ചല പറയുന്നത് ഭയങ്കര ബിസി പേഴ്സൺ ആണ്. അത് കോളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ഇവള് അതെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി തെറ്റി പോവാ. നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല, അങ്ങനെ നടന്നു പോകും. നമ്മളെ കൂടെ നടക്കുമ്പോൾ അവള് മറ്റേ ഓട്ട മത്സരം അല്ലെങ്കിൽ നടത്ത മത്സരം നടത്തണ പോലെയാ, ഇങ്ങനെ അങ്ങ് പോകും. അതെ, ഹാർട്ടിനൊക്കെ പ്രശ്നമില്ലാത്തവര്, അതുപോലെ കൂടുതൽ ജീവിക്കാൻ പറ്റുന്നവരാണ് ഇങ്ങനെ സ്പീഡിൽ നടക്കാന്ന് ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന്. റോബോട്ടിന് പിന്നെ 10 മിനിറ്റ് പോലും നടക്കാൻ വയ്യ. എന്നിട്ട് എല്ലാ ദിവസവും ബസ്സിന് ക്ലാസ്സിന് പോയി വരും. ആകെ കുറച്ച് ദൂരേ ഉള്ളൂ. ആൾക്ക് ഇതിലൂടെ പോവായിരുന്നല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലേ എവിടെ ചെന്നാലും ഭയങ്കര ഫാൻസാണ് ഗൈസ്. എനിക്കറിയില്ല അത് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നന്നാവുന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗായിരിക്കും. ഒന്നൊരു ഷോർട്ട് വ്ളോഗാണ്, അത് ഉമ്മയുടെ ബർത്ത്ഡേക്ക് ഇട്ടത്. നമുക്ക് നോക്കാം. പറ, എന്താണ്? ഷിബി നയിക്കട്ടെ, ഷിബി ജയിക്കട്ടെ, നാട് ജയിക്കട്ടെ. നയിക്കട്ടെ, നാട് ജയിക്കട്ടെ, അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവള് പറയുന്നത് ഷിബി ജയിക്കട്ടെ, നാട് നയിക്കട്ടെ. ശരിയാണ്, രണ്ടും പറ്റും. പക്ഷെ ഇതെന്ന് പറയുമ്പോ ഷിബി നയിച്ചിട്ട് നാട് ജയിക്കുക. മനസ്സിലായോ? അതല്ലേ കുറച്ചും കൂടി ഒരു രണ്ടും കുഴപ്പമില്ല. അവരുടെ ഇത് അനുസരിച്ച് നമ്മൾ നേരെ വൈകി ഗായ്സ്. 9:45 ഹോസ്റ്റലെത്തിയില്ല. 9:50 വരെയാണ് തോന്നണു അവിടെ അടക്കുന്ന സമയം. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും കയറാൻ പറ്റൂല. ഇനി പറ്റും, അവരെ വിളിച്ച് അവരെ ശല്യപ്പെടുത്തി അവരുടെ വാഹനത്തൊക്കെ. പിന്നെ നമുക്ക് നോക്കാം കയറാൻ പറ്റുമെന്ന്. കയറിയിട്ട് അടുത്ത വ്ളോഗ്. യെസ്, അപ്പോൾ നമ്മളെ കുറേ വെർട്ടിക്കൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കയറ്റുമായിരിക്കും, കാരണം നാളെ വർക്കുണ്ട്. കയറ്റില്ലെങ്കിൽ മൂഞ്ചി. ഓക്കെ, നമുക്ക് നോക്കാം. ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഹോസ്റ്റൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.